എന്നാ ലുക്കാണല്ലേ ഇപ്പം ഈ റോഡ്. സെപ്റ്റംബർ റോഡാക്കി കേട്ടോ, അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ആയൂരാണ് നിൽക്കുന്നത്. നമ്മളിന്ന് സ്റ്റേറ്റ് ഹൈവേ 48 കാഴ്ചകളാണ്. നമ്മളിന്ന് ആയൂര് തൊട്ട് അഞ്ചൽ വരെ സ്റ്റേറ്റ് ഹൈവേ 48 പണി ഇപ്പോൾ പണികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇനി ഇവിടെ കുറച്ച് വരകളിടാൻ കുറച്ച് സ്ഥലത്തെ ബാക്കികളുള്ളൂ. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫുട്പാത്തിൻ്റെയൊക്കെ പണിയുണ്ട്, ഇൻ്റർലോക്കൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം മുമ്പത്തേക്കാളും കുറച്ചും കൂടി വീതിയിലാണ് ഇപ്പോൾ റോഡ് പണിഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ഹൈവേ 48 ആണ് ഈ റോഡ് ചെന്ന് കയറുന്നത്. സ്റ്റേറ്റ് ഹൈവേ 59 മലയോര ഹൈവേയിലാണ് ഈ റോഡ് ചെന്ന് ചേരുന്നത്. അപ്പോൾ നമ്മൾ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഫുട്പാത്ത്, ഈ കൈവരിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടി ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് പണിയാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അതാ ഇടിഞ്ഞതാ. എന്തായാലും ഓരോ കടകളിൽ കയറാനും വീടുകളിൽ കയറാനും പ്രത്യേകം ചരിച്ചൊക്കെ സ്ഥലമൊക്കെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി വരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് മാറും. ഇത് കൊല്ലം ജില്ലയിലെ ആയൂരിന്ന് അഞ്ചൽ വരെയാണ് ഈ റോഡ് ഈ രീതിയിൽ പുതുക്കി പണിഞ്ഞിരിക്കുന്നത്. കുറച്ചപ്പുറത്തോടിട്ട് വരയൊക്കെ ഇട്ട് പൂർത്തീകരിച്ച ഭാഗങ്ങളുണ്ട്, അത് പോയി കാണാം. ഓരോ വീടുകളിലേക്കും കടകളിലേക്കും ഇതേപോലെ കോൺക്രീറ്റ് ചെയ്ത് ചരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട എല്ലായിടത്തും ഇതേപോലെ ഫുട്പാത്ത് ഇൻ്റർലോക്ക് ഇട്ട് പണി പൂർത്തീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയർ ചെയ്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ റോഡ് എന്തൊരു വീതി നോക്കേ, അടിപൊളി. തൊട്ടപ്പുറം തൊട്ട് വരയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി വരയിടാൻ ബാക്കിയുണ്ട്. എന്നാ ലുക്കാണല്ലേ ഇപ്പം ഈ റോഡ്. സെപ്റ്റംബർ റോഡാക്കി കേട്ടോ, അടിപൊളി. കുറേ നാളായി പണി തുടങ്ങിയിട്ട്. കുറേ നാൾ പെൻഡിങ് ആയിരുന്നു, പണി നടന്നില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് പണി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് പണി പൂർത്തീകരിച്ചു കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് വര ഇട്ടിട്ടുണ്ട്. ലുക്ക് മാറി റോഡിൻ്റെ ലുക്ക് മാറി. വാവ്, രണ്ട് സൈഡിലും ഫുട്പാത്ത് ഉണ്ട്. റോഡിൽ കൂടി ഇനി ആരും നടക്കണ്ട. ഫുട്പാത്ത് കംപ്ലീറ്റ് ഈ റോഡിൻ്റെ പല ഭാഗങ്ങളുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രമേ ഫുട്പാത്ത് ഇല്ലാതെ ഉള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ ഫ്രീ സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് വരുന്ന സ്ഥലമാണ്. അവിടെ ഇതേപോലെ കടകളിലൊക്കെ കയറാനൊക്കെ പ്രത്യേകം ചരിച്ച് വെച്ചിട്ട് അവിടെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. കണ്ടോ, രണ്ട് വശത്തും അതേപോലെ ഫുട്പാത്തിൽ ഇങ്ങനെ കൈവരിയുണ്ട്. അത് പ്രത്യേകം ഭംഗി കാണാം കേട്ടോ. അടിപൊളി ലുക്ക് റോഡായി കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ 48 ആണിത്. ഇവിടുത്തേക്ക് ലുക്ക് നോക്കുക, മാരക ലുക്ക് റോഡിന്. ഇവിടെ ഇഷ്ടംപോലെ ഫ്രീ സ്പേസ് ഉണ്ട്. അവിടെയും വെറുതെ ഇട്ടേക്കല്ല, അവിടെ ഈ ഇൻ്റർലോക്ക് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോച്ചയും കാര്യങ്ങളൊന്നും വളരില്ല, കാട് പിടിക്കില്ല. റോഡ് എപ്പോഴും ക്ലീനായിട്ട് കിടക്കും. അടിപൊളി. ഇവിടുത്തേക്ക് ലുക്കൊക്കെ അതിനോട് ചേർന്ന് മോഡേൺ കടകളും. അടിപൊളി, സൂപ്പർ. ഇപ്പം നമ്മൾ ആയൂരിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് മാക്കുളമാണ്. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, അല്ല ഒരു 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുന്ന കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വെള്ളം കയറുമായിരുന്നു കേട്ടോ. ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു. റോഡിങ്ങനെ ഒരു ചപ്പാത്ത് പോലെ താഴ്ന്ന് കയറി പോകുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഇനി എന്തായാലും വെള്ളം കയറുമെന്ന് പേടിക്കേണ്ട, നല്ല ഹൈറ്റിൽ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. 2018-ലെയും 19-ലെയും വെള്ളപ്പൊക്കത്തിൽ ഇവിടെ മണിക്കൂറുകളോളം പിന്നെ വെള്ളം കയറി നിന്ന്
വണ്ടി ഓടാതിരുന്നിട്ടുണ്ട്. ആ ഭാഗമാണ് ഇപ്പോൾ അടിപൊളിയായിട്ട്. ഇവിടെ അത്രയും ഫ്രീ സ്പേസ് ഉണ്ട്. ഇവിടെ ബസ് സ്റ്റോപ്പ് കണ്ട വരുന്നെന്ന് തോന്നുന്നു. ബസ് സ്റ്റോപ്പിൻ്റെയാണ് കടയുടെ ആണ്, ബസ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. അവിടെ ഒരു മേൽക്കൂര നമുക്ക് കാണാം, 2 മേൽക്കൂര. ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി എത്ര അല്ല വെള്ളം കയറിയാലും മഴ പെയ്താലും ഇവിടെ വെള്ളം കയറത്തില്ല. അത്രത്തോളം നല്ല രീതിയിൽ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. റോഡും ഒക്കെ വേറെ ലുക്കായാലേ ഓരെ പൊളി. ഇവിടെ ഫുട്പാത്ത് ഉണ്ട്, പക്ഷെ ഫുട്പാത്തിൽ കൂടി ആരും നടക്കുന്ന ലക്ഷണമൊന്നുമില്ല. ഫുട്പാത്ത് മൊത്തം കാട് പിടിച്ച് വേണ്ട. ഇവിടുത്തെ ഫുട്പാത്ത് മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. കുറച്ച് ഭാഗത്തേക്ക് റോഡ് വീതി കുറവായിരുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായി ഇവിടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഉയർന്നിരിക്കുന്ന പ്രദേശമായിരുന്നു. അത് ഇടിച്ച് താത്ത് അത് മിക്കവാറും വസ്തു ഏറ്റെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ റോഡ് വീതി കൂട്ടുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്ത് ആ വളവും നിവർന്ന് വരും. കൊള്ള അടിപൊളി. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും സെൻട്രൽ കൂടിയുള്ള ലൈൻ ഇട്ട് പോയിട്ടുള്ളൂ. സൈഡിലെ ലൈനൊന്നും ഇവിടെ ഇട്ടിട്ടില്ല. അതുപോലെ ഇവിടെ ചെറിയ ഫുട്പാത്താണ്. ഇവിടെയൊക്കെ ഇത്രയും ഫ്രീ സ്പേസ് ഉണ്ട്. അവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ഉണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ബസ് സ്റ്റോപ്പിൻ്റെ തന്നെയാണ്, ബസ് സ്റ്റോപ്പിൻ്റെ മേൽക്കൂര തന്നെയാണ്. ഉടനെ ബസ് സ്റ്റോപ്പ് സെറ്റ് ചെയ്യും. നമ്മൾ ഇടമുളയ്ക്ക് എത്താറായി. ഇത് കൈപ്പള്ളി ജംഗ്ഷനാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. ഭയങ്കര അപകടം പിടിച്ച വളവാണ്. ഈ വൈറ്റ് ലൈൻ കണ്ട, കണ്ടിന്യൂസ് ആയിട്ടുള്ള വൈറ്റ് ലൈൻ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ ഇടയിൽ ചെന്ന് കയറിയ റോഡിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഇൻ്റർലോക്കിൻ്റെ പണി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ ഇനി ഇൻ്റർലോക്ക് ഇല്ലേ ഈ സൈഡിൽ? ഇവിടെ ഒന്നും പണി തുടങ്ങിയിട്ടില്ല. അവിടെ ഇല്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ വേണ്ട വീണ്ടും ഇൻ്റർലോക്കൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് റോഡ്. ഇവിടെ സെൻട്രൽ കൂടെയുള്ള വര മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. സൈഡിലെ വരയൊന്നും ഇട്ടിട്ടില്ല. അതൊക്കെ ഇനി കുറച്ച് പണി ബാക്കിയുണ്ട്. ഇവിടെ ഏകദേശം 98-99% വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഈ റോഡ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ ഗിയറിലാണ് കേട്ടോ നമുക്ക് പോകാൻ പറ്റും. കയറ്റമൊക്കെ ഒറ്റ കയറിക്കോളും. അവിടെ അടിപൊളി റോഡല്ലേ, ബ്ലോക്കില്ലല്ലോ. നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് അപൂർവമായിരിക്കും. ഇവിടെയൊക്കെ അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഫുട്പാത്തും എല്ലാം കൂടെ സെറ്റായിട്ട് കാണാൻ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീടുകളിലേക്ക് കയറാൻ വേണ്ടി പ്രത്യേകം ഇങ്ങനെ ചരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് ഈ പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വീതി. എന്താണെന്ന് അറിയത്തില്ല, വണ്ടികളെല്ലാം ഫുട്പാത്തിൽ കയറിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരുപാട് കണ്ട്. നല്ല വീതിയാണ്. റോഡിൽ പാർക്ക് ചെയ്ത സൈഡിലോട്ട് പാർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എന്തിനാണ് ഈ ഫുട്പാത്തിൽ കയറ്റി പാർക്ക് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയാം. അതോ റൈറ്റ് സൈഡിൽ കിടന്ന വണ്ടികളെല്ലാം ഫുട്പാത്തിൽ കയറ്റി പാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് പാർക്കിംഗ് സ്പോട്ടാണോ എന്ന് അറിയില്ല.
കയറ്റിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടമുളക്കിലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ തൊട്ട് താഴെ നിന്ന് അവസാനിപ്പിക്കും. അവിടെയാണ് അഞ്ചൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വെച്ച് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഹൈവേയുടെ കുറച്ച് കാഴ്ചകളാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മൾ ഒറ്റ ഗിയറിലാണ് കേട്ടോ, അത്യാവശ്യം കയറ്റം ഇറക്കമൊക്കെ ഉണ്ടായിട്ട് ഒറ്റ ഗിയറിലാണ് വന്നിരിക്കുന്നത്. കുരിശുമുക്ക് ഇവിടെ വെച്ചാണ് അഞ്ചൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മളിപ്പോൾ വന്ന റോഡിൻ്റെ ഭാഗമായിട്ട് തന്നെ നേരെയും റോഡ് പണി നടക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് കുറേ നാളായി, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ പാലത്തിൻ്റെ കുറച്ച് ഭാഗത്ത് പണി പെൻഡിങ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടും ചന്തമുക്ക് ജംഗ്ഷനിലോട്ടൊക്കെ നല്ല റോഡാണ്. ഓക്കെ, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് അഞ്ചൽ ബൈപ്പാസ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി 2 ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് റോഡ് കംപ്ലീറ്റ് കൈവരിയും ഫുട്പാത്തും ഒക്കെ ഉള്ള അടിപൊളി റോഡാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ സോളാറിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് കണ്ടോ, പുതിയ സ്ട്രീറ്റ് ലൈറ്റാണ്. പിന്നെ ഈ റോഡിൻ്റെ 2 സൈഡിലും പല കടകളും വരുന്നുണ്ട്. നോക്കി ലുക്ക് മാരക കട, ലുക്കുള്ള കടകൾ കൊള്ളാം, അടിപൊളി, എല്ലാം മോഡൽ ലുക്കിൽ വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്. ബൈപ്പാസിൻ്റെ വീഡിയോ കാണിക്കണോ? നമുക്കൊക്കെ ഇങ്ങനെ സ്പീഡിന് പോയി ബൈപ്പാസിൻ്റെ വീഡിയോയും കൂടെ എൻ്റെ ഇത് ചെറിയൊരു വീഡിയോ അല്ലേ, എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ ബൈപ്പാസിന് ചുറ്റും മുമ്പേ കടകളൊന്നും ഇല്ലായിരുന്നല്ലേ, ഫുള്ള് വയലേരിയ ആയിരുന്നു. അന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തും കടകളൊന്നുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ചുറ്റും കടകൾ വരുന്നു. വട്ടയില്ല, മോഡേൺ ലുക്കിലുള്ള ചായക്കടകൾ. വാവ്, അതുപോലെ തന്നെ പല കടകളും വരുന്നുണ്ട് ഈ അഞ്ചൽ ബൈപ്പാസിന് ഇരുവശവും. കണ്ടോ, പുതിയ കടകളൊക്കെ കെട്ടുന്നുണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് വേറൊരു കട വന്നു. ഇവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിന് മുമ്പ് കണ്ടോ, പുതിയ കടകൾ വരുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ രാത്രി അടിപൊളിയായിരിക്കും അല്ലേ, സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇടപ്പോൾ രാത്രി അടിപൊളിയായിരിക്കും. ഇവിടെ സിഗ്നൽ വന്നിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട റോഡാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു സിഗ്നലുണ്ട്. ഇതുവഴി കൊട്ടാരക്കരയൊക്കെ പോകുന്ന റോഡാണ്. നല്ല തിരക്കുള്ള റോഡാണ്. തിരക്കൊന്നും ഇല്ലാത്ത സൈലൻ്റ് ആയിട്ടുള്ള സിഗ്നൽ. വെള്ളക്കടകൾ, ഒരു അടിപൊളി ഒരു ഹോട്ടലായിരിക്കും മിക്കവാറും വരുന്നുണ്ട്. റോഡിന് അനുയോജ്യമായിട്ടുള്ള മോഡേൺ ഹോട്ടലാണ് പൊളി. ഇവിടെ മാരക ലുക്കായി കേട്ടോ ഈ സ്ഥലം മൊത്തം. കേട്ടോ ഇതെല്ലാം മണ്ണിട്ട് ഉയർത്തുകയാണ്. ഇവിടെയൊക്കെ കടകൾ വന്ന് വേറെ ലെവലാവും. നല്ല റോഡുകൾ വരപ്പം സ്വാഭാവികമായിട്ട് നാടുകൾ വളരും. ഇത് നമ്മൾ ഈ റോഡ് നിയമം കൂടി നമ്മളെ നാട്ടിലുള്ളവർ പാലിച്ചു കഴിഞ്ഞാൽ എന്താ ലുക്കായിരിക്കും, അല്ല എന്താ നാടായിരിക്കും നമ്മുടെ നാട് അല്ലേ. ഞാൻ എൻ്റെ സഹിതമാണ് പറയുന്നത്. നമ്മളെല്ലാവരും റോഡ് നിയമം കൂടെ പാലിച്ച അടിപൊളിയായിരിക്കും. അപ്പോൾ അഞ്ചൽ ബൈപ്പാസ് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഫ്രണ്ട്സ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്. പിന്നെ ഈ റോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.